ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹെസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 12ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റക്കേൽ പ്രൊഫസറിന് നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്റെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ആവശ്യപ്പെടുന്നു. മറ്റു വഴികളില്ലാതെ പ്രൊഫസർ റക്കേലിനെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഫാക്ടറിയിലേക്ക് എത്തിയ റക്കേൽ ഇരുട്ടായതിനാൽ ലൈറ്റ് ഓൺ ആക്കുവാൻ ആവശ്യപ്പെടുന്നു. ലൈറ്റ് ഓൺ ആയതും ആ സ്ഥലം വ്യക്തമാകുന്നു. കോഫി ഷോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പ്രൊഫസർ അവിടുത്തെ സാധനങ്ങൾ മാറ്റിയിരുന്നു. അവിടെ തുണി കൊണ്ട് മൂടിയിരുന്നത് എന്താണെന്ന് റക്കേൽ എടുത്തു നോക്കുന്നു. അതൊരു പിയാനോ ആണെന്ന് വ്യക്തമാകുന്നു. പ്രൊഫസറിനെ സംശയിച്ചതിൽ റക്കേലിന് കുറ്റബോധമുണ്ടാകുന്നു. റക്കേൽ പ്രൊഫസറിനോട് സോറി പറയുന്നു. ആ മൊമെന്റിൽ അവർക്കിടയിൽ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. റക്കേൽ ദേഷ്യപ്പെട്ട് കേസിൽ നിന്നും റിലീവ് ചെയ്തതിന്റെ വിഷമത്തിൽ ഏഞ്ചൽ മദ്യപിച്ച് വണ്ടി ഓട്ടിക്കുന്നു. ഏഞ്ചൽ റക്കേലിനെ വിളിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ റക്കേലിന് കോൾ കണക്ട് ആകുന്നില്ല. അതിനാൽ ഏഞ്ചൽ റക്കേലിന് വോയിസ് മെയിൽ അയക്കുന്നു. മദ്യലഹരിയിൽ റക്കേലിനെ കുറ്റം പറഞ്ഞും ശേഷം സോറി പറഞ്ഞും മാറി മാറി ഏഞ്ചൽ വോയിസ് മെയിലുകൾ അയക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന വിഷമത്തിലാണ് ഏഞ്ചൽ. ഈ സമയം ഏഞ്ചലിന് ഫിംഗർ പ്രിന്റ് ടീമിന്റെ ഭാഗത്തു നിന്നും കോൾ വരുന്നു. ഏഞ്ചൽ കൊടുത്ത സ്പൂണിലെ ഫിംഗർ പ്രിന്റും ആ കാറിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും മാച്ച് ആകുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. പ്രൊഫസറാണ് യഥാർത്ഥ ക്രിമിനൽ എന്ന് ഏഞ്ചൽ മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ഏഞ്ചൽ എന്ത് ചെയ്യുന്നു? പ്രൊഫസർ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ സമയം റോയൽ മിന്റിൽ അട്ടൂറ പബൂലയോട് ജെസീന്റെ രക്ഷപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. താൻ മോണിക്കയെ കൂട്ടി വരാം, ശേഷം എല്ലാവർക്കും അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് അട്ടൂറ പറയുന്നു. അട്ടൂറ ഹെലൻസിങ്കിയോട് തനിക്ക് മോണിക്കയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഹെലൻസിങ്കി അട്ടൂറയെ മോണിക്കയുള്ള ലോക്കറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയം ലോക്കർ റൂമിൽ മോണിക്ക ഡെൻവറിനൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണുന്ന അട്ടൂറ ഷോക്കാകുന്നു. ദേഷ്യത്തിൽ അട്ടൂറ ഡെൻവറിനെ അടിക്കുവാൻ ശ്രമിക്കുന്നു. ഡെൻവർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അട്ടൂറ തന്റെ ജാക്കറ്റിൽ മറച്ചു വെച്ചിരുന്ന കത്രികയെടുത്ത് ഡെൻവറിന്റെ ഷോൾഡറിലേക്ക് കുത്തുന്നു. ഈ സമയം അണ്ടർഗ്രൗണ്ടിൽ ഒസ്ലോ അവിടെയുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനായി പോകുന്നു. ജെസീൻഡോ അതിനോടകം തന്നെ അവിടെയുള്ള എല്ലാവരുടെയും കയ്യിലെ ലോക്ക് അഴിച്ചിരുന്നു. ഒസ്ലോയെ അവർ പിന്നിൽ നിന്നും അടിക്കുന്നു. ഒസ്ലോ ബോധരഹിതനായി താഴേക്ക് വീഴുന്നു. ലോക്കർ റൂമിൽ ഈ സമയം ഡെൻവർ കത്രിക ഊരിയെടുത്ത് അട്ടൂറയെ തിരിച്ചടിക്കുവാൻ തുടങ്ങുന്നു. റോയൽ മിന്റിലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് രക്ഷപ്പെടുവാൻ തയ്യാറെടുക്കുന്ന വിവരം അട്ടൂറ ഡെൻവറിനോട് പറയുന്നു. ഡെൻവർ ഈ വിവരം തന്റെ ടീമിനെ അറിയിക്കുന്നു. ബെർലിൻ അവരെ തടയുവാൻ തന്റെ ടീമിനോട് ആവശ്യപ്പെടുന്നു. പ്രൊഫസറാണ് ക്രിമിനൽ എന്ന് മനസ്സിലാക്കിയ ഏഞ്ചൽ റക്കേലിനെ കാര്യം അറിയിക്കുവാനായി കോൾ ചെയ്യുന്നു. എന്നാൽ കോൾ കണക്ട് ആകുന്നില്ല. ഇതിനു മുന്നേ ഒരുപാട് വോയിസ് മെയിലുകൾ അയച്ചതിനാൽ വോയിസ് മെയിൽ ഫുൾ എന്ന് കാണിക്കുന്നു. ശേഷം റക്കേലിന്റെ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് ഏഞ്ചൽ വിളിക്കുന്നു. റക്കേലിന്റെ അമ്മ ഈ സമയം നല്ല ഉറക്കത്തിലായിരുന്നു. കോൾ എടുക്കാത്തതിനാൽ പ്രൊഫസറാണ് ക്രിമിനൽ എന്ന് പറഞ്ഞ് ഏഞ്ചൽ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് വോയിസ് മെയിൽ അയക്കുന്നു. സംസാരത്തിനിടയിൽ ശ്രദ്ധയില്ലാതെ ഏഞ്ചലിന്റെ വണ്ടി ഡിവൈഡറിൽ ഇടിക്കുന്നു. കാർ തലകുത്തി റോഡിലേക്ക് പോയി വീഴുന്നു. ഈ സമയം റോയൽ മിന്റിൽ ജെസീൻഡോ അട്ടൂറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അട്ടൂറ വരാത്തതിനാൽ ബാക്കി 16 ഹോസ്റ്റേജസും അവിടെ നിന്നും രക്ഷപ്പെടുവാൻ തയ്യാറെടുക്കുന്നു. ഡോറിൽ റോബറി ടീം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയം CCTVയിലൂടെ അവർ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പ്രൊഫസർ കാണുന്നു. ഹോസ്റ്റേജസിൽ ഒരാൾ അവിടെയുണ്ടായിരുന്നൊരു ട്രോളി ഡോറിലേക്ക് തള്ളിവിടുന്നു. ഡോറിലുണ്ടായിരുന്ന ബോംബ് പൊട്ടുന്നു. ഈ സമയം അവിടെയുണ്ടായിരുന്ന പോലീസ് ടീം അലേർട്ട് ആകുന്നു. ഫുൾ പോലീസ് ഫോഴ്സും അവിടേക്ക് എത്തുന്നു. 16 ഹോസ്റ്റേജസ് പുറത്തേക്ക് എത്തുന്നു. പോലീസ് അവരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ബോംബ് പൊട്ടിയ ശബ്ദം കേട്ട് ഇതൊന്നും അറിയാതെ മോസ്കോ അവിടേക്ക് എത്തുന്നു. ഒളിഞ്ഞുകിടക്കുന്ന ഡോറിന്റെ എതിർവശത്ത് നിന്നും പോലീസ് മോസ്കോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. മോസ്കോ ഒരു വശത്തേക്ക് മറഞ്ഞു നിൽക്കുന്നു. ഈ സമയം ടെന്റിൽ റക്കേലും പിയാട്രയും ഇല്ലാത്തതിനാൽ സെർവറോസ് തന്റെ ടീമിനോട് റോയൽ മിന്റിലേക്ക് കടക്കുവാൻ കമാൻഡ് ചെയ്യുന്നു. റോബറി ടീം ഈ സമയം അവിടേക്ക് ഒരു ഇരുമ്പ് ഡോർ എടുത്തുകൊണ്ട് വരുന്നു. അത് വെച്ച് അവിടം മറയ്ക്കുവാൻ അവർ ശ്രമിക്കുന്നു. പോലീസ് ടീം ഡോറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഡോർ താങ്ങി നിർത്തുവാനുള്ള കമ്പി എടുക്കുവാനായി റിയോ അവിടെ നിന്നും പോകുന്നു. ഡോറിന്റെ വെയിറ്റ് താങ്ങാനാകാതെ മോസ്കോയും ഡെൻവറും ഡോറിൽ നിന്നും പിടിവിടുന്നു. ഡോർ താഴേക്ക് വീണതും പോലീസ് ടീം ഒസ്ലോയെ വെടിവെക്കുന്നു. ഇത് കാണുന്ന പ്രൊഫസർ ടെൻഷനിലാകുന്നു. തന്റെ കൂടപ്പിറപ്പായി കണ്ട ടീമിലെ അംഗത്തിന് വെടിയേറ്റിരിക്കുന്നു. അവിടേക്കെത്തിയ ടീം എല്ലാവർക്കും ഗണ്ണ് കൊടുക്കുന്നു.
റോബറി ടീമും പോലീസിനെതിരെ ഷൂട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്നു. പോലീസ് അതിനാൽ ഷൂട്ട് ചെയ്യുന്നത് നിർത്തുന്നു. അവർ ഒസ്ലോയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് നോക്കുന്നു. ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടായിരുന്നതിനാൽ ഒസ്ലോയുടെ ശരീരത്തിൽ ബുള്ളറ്റ് പതിച്ചിരുന്നില്ല. ഈ സമയം പോലീസ് വീണ്ടും അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നു. റോബറി ടീം നിലത്തേക്ക് കിടക്കുന്നു. പോലീസ് ഉള്ളിലേക്ക് സ്മോക്ക് ഗ്രനേഡ് എറിയുന്നു. മോസ്കോ കയ്യിലേക്ക് ഗ്ലൗസ് ധരിച്ച് ഗ്രനേഡ് പുറത്തേക്ക് എറിയുന്നു. ഏതെങ്കിലും വിധത്തിൽ ആ ഡോർ അവിടെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും റോബറി ടീം പിടിക്കപ്പെടും. ഈ സമയം ടോക്കിയോയ്ക്ക് ഒരു പ്ലാൻ തോന്നുന്നു. അവൾ മറ്റുള്ളവരോട് തന്നെ കവർ ചെയ്യുവാൻ ആവശ്യപ്പെട്ട് ഉള്ളിലേക്ക് പോകുന്നു. ടോക്കിയോ ഉള്ളിലുണ്ടായിരുന്ന മെഷീൻ ഗൺ എടുത്ത് അവിടേക്ക് വരുന്നു. അത് ഡോറിന് സമീപം വെച്ച് അവൾ പോലീസിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ റോബറി ടീം അവിടെയുണ്ടായിരുന്ന ഡോർ എടുത്ത് മറയ്ക്കുന്നു. റിയോ ഈ സമയം അവിടേക്ക് ചില ഇരുമ്പ് റോഡുകളുമായി എത്തുന്നു. അത് വെച്ച് ആ ഡോർ തടഞ്ഞു നിർത്തി വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു. അതിനോടകം തന്നെ ഒസ്ലോ രക്തത്തിൽ കുളിച്ച് അനക്കമില്ലാത്ത നിലയിലേക്ക് പോകുന്നു. ഈ സമയം വീട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത റക്കേൽ ന്യൂസിൽ റോയൽ മിന്റിൽ നടന്ന വെടിവെപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ കാണുന്നു. ശേഷം ഏഞ്ചലിന് ആക്സിഡന്റായ വാർത്തയും കാണിക്കുന്നു. റക്കേൽ റോയൽ മിന്റിലേക്ക് പോകാതെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഏഞ്ചലിന്റെ ജീവൻ രക്ഷിക്കാനായെങ്കിലും അയാൾ ഇപ്പോൾ കോമയിലാണ്. ഏഞ്ചൽ ആക്സിഡന്റ് ആകും മുന്നേ എല്ലാ വിവരങ്ങളും വോയിസ് മെയിലായി റക്കേലിന്റെ ലാൻഡ് ലൈനിലേക്ക് അയച്ചിരുന്നു. ഇതൊന്നും അറിയാതെ തന്റെ ടീമിനെ ഓർത്ത് വിഷമിച്ചു നിൽക്കുന്ന പ്രൊഫസർ റക്കേൽ സത്യങ്ങളെല്ലാം അറിയുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.